കൊട്ടാരക്കരയിൽ ബംഗളൂരു ബൗറിംഗ് ആശുപത്രിയുടെ മതിലിടിഞ്ഞ ദുരന്തം. മരിച്ച 7 പേരിൽ 2 മലയാളികൾ. കൊച്ചിയിൽ നിന്ന് ഉല്ലാസയാത്ര പോയ കുടുംബശ്രീ പ്രവർത്തകരായ സ്മിതയും ലതയും മരിച്ചതായി സ്ഥിരീകരണം. മരിച്ചവരിൽ 3 കുട്ടികളും. സ്ഥലത്തെത്തി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംസ്ഥാനം UDF-നൊപ്പമെന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ. അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന പ്രവചനം. LDF പ്രതിപക്ഷത്തിലേക്ക് ഒതുങ്ങും. BJP സീറ്റ് നേടുമെന്നും സർവേ. തമിഴ്നാട്ടിൽ നടന്നത് കനത്ത പോരാട്ടം. സ്റ്റാലിൻ തുടരുമെന്ന് ഭൂരിഭാഗം സർവേകളും. AIADMK അധികാരം പിടിക്കുമെന്നും പ്രവചനം. വിജയ് കരുത്ത് കാട്ടും. ബംഗാൾ ഭരണം BJP പിടിക്കുമെന്ന സർവേ. 90% കടന്ന് 2ാം ഘട്ട പോളിംഗ്. കേന്ദ്ര സേനകൾക്കെതിരെ മമത. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞു മോദി. അസമിൽ BJP ഭരണം തുടരും. വൻ ഭൂരിപക്ഷം നേടുമെന്ന പ്രവചനം. സഹായമായത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ജനവിശ്വാസം. പുതുച്ചേരിയിൽ NDA. നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. ലോണാപ്പ് ബന്ധവും അന്വേഷിക്കും. നടപടി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശയിൽ. ഉത്തരവിറക്കി DGP. മിൽമ പാൽ വില കൂടും. ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിക്കും. ശുപാർശ ചെയ്ത് ഡയറക്ടർ ബോർഡ്. പ്രഖ്യാപനം പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷം. സംസ്ഥാനത്ത് ചൂട് തുടരുന്നു. ആശ്വാസമായി വേനൽ മഴ. ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് വൈദ്യുതി മന്ത്രി. കാസർഗോഡും കണ്ണൂരും സൂര്യാഘാതം. ഒഴിയാതെ പാമ്പുഭീതി. കൊട്ടാരക്കരയിൽ അമ്മയോട് മകന്റെ ക്രൂരത. അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. നെടുങ്കണ്ടം ഇരട്ടക്കൊലക്കേസിൽ പ്രതി റിമാൻഡിൽ. അന്വേഷണം പിതാവിന്റെ തിരോധാനത്തിലേക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.